അപ്പോൾ അതുപോലെ രോഗങ്ങളെ കാറ്റഗറൈസ് ചെയ്ത് പറയുന്നു. അപ്പോൾ ട്രോമ എന്ന് പറയുന്നത് ഈ വലിയ ഒരു ഇഷ്യൂ ഇങ്ങനെ ഉണ്ട്, ആളുകൾ ട്രൊമാറ്റിക്കായ അനുഭവത്തിനെ അടക്കി വെക്കുന്നത് വഴി പുത്തൻ പ്രശ്നങ്ങളായി മാറുമെന്ന് പറയുന്നത്. സപ്രഷൻ എന്ന് പറയുന്നതും ഒപ്രഷൻ എന്ന് പറയുന്നതിനെയും ഡിഫറൻ്റ് ആയിട്ട് അറിയണം. ആളുകൾ ഒപ്രസീവായിട്ട് പെരുമാറുന്ന അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒപ്രഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ആന്തരിക വിക്ഷോഭങ്ങളെ അടക്കുന്നതിനെയാണ് സപ്രഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇയാൾ ഒരു ഉദ്യോഗസ്ഥൻ സിസ്റ്റത്തിനകത്ത് നിൽക്കുകയാണെന്ന് വെച്ചാൽ, ഇയാൾ സെക്രട്ടറിയാണ്, പക്ഷേ ഇയാൾക്ക് ചീഫ് സെക്രട്ടറിയുടെ മുന്നേ ചെല്ലുന്നു. ചീഫ് സെക്രട്ടറി ഇയാൾ ചീത്ത പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾക്ക് ഭയങ്കര ആന്തരിക വിക്ഷോഭം ഉണ്ടാകും, പക്ഷെ കാണിക്കാനൊക്കത്തില്ല, കാരണം അത് വേറെ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ഇയാളത് സപ്രസ് ചെയ്യും. ഈ സപ്രസ് ചെയ്യുന്നത് മുഴുവനും നമ്മൾ എന്നാൽ നമുക്ക് ക്ഷോഭിക്കേണ്ടതും എക്സ്പ്രസ് ചെയ്യേണ്ടതുമായതിനു വേണ്ടിയാണ് ഈ ഇമോഷൻസ് മുഴുവനുള്ളത്. പ്രകടിപ്പിച്ച് എതിരായിരിക്കുന്ന ആളിനോട് എതിരെനിക്കുണ്ട് എന്ന് കാണിക്കുകയൊക്കെ വേണം. സ്വാഭാവികമായ എല്ലാ ജീവികളും അത് ചെയ്യും. അവർ ബഹളം വെച്ച് അത് കളയും. എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത്?